ഇവിടെ കണ്ണീരിടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അത് കൈ പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, വഴിയില്ലാത്ത സ്ഥലമാണ്. ബാങ്കുകാർ 19 ലക്ഷം ഞങ്ങൾക്ക് വേണം, തരത്തിലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്ന് പറയും. പക്ഷേ അമ്മ ആ ബാങ്കിൽ നിന്ന് തന്നെ വേറെ ആൾക്കാർ വഴി കാശെടുത്ത് കൊടുത്തു. മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാകണം, ഈ ജീവിതം കഴിഞ്ഞ് വേറൊരു ജീവിതമുണ്ട്. അതും ഉടമ്പടിയാണ്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്, നിത്യജീവിതം. ഈ ഉടമ്പടിയിൽ വരുമ്പോൾ ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്. അതുകൊണ്ട് നിത്യജീവിതം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അപേക്ഷ എന്ന് പറഞ്ഞത്, നിത്യജീവിതം നശിപ്പിക്കുന്ന ഒരു നടപടിക്രമവും ഒരു പ്രണയവും ഒന്നും നിങ്ങളുടെ ജീവിതമോ നിങ്ങളുടെ ആത്മാവോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയോ നിത്യരക്ഷയോ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധങ്ങളും നിങ്ങൾ കെട്ടിലെന്നേ ഉള്ളു. കർത്താവിനെ ജീവിതം കളഞ്ഞ് ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുക. തൽക്കാലത്തേക്കുള്ള ലാഭം മാത്രമാണത്. അങ്ങനെ ഒരു സ്റ്റെപ്പ് നീ എടുത്തു കഴിയുമ്പോൾ ദൈവം ആരാണെന്ന് നീ അറിയും. മാതാവേ, പലതരത്തിലുള്ള പ്രണയബന്ധങ്ങൾ അകപ്പെട്ടവരെ, ചില പെൺപിള്ളേരൊക്കെ വെറും പൊട്ടികളാണ് ശരിക്കും. കാര്യം ഈ ചാക്കിട്ട് പിടുത്തക്കാർ അവരെ കൊണ്ടുപോയി റിസോർട്ടിൽ കൊണ്ടൊക്കെ ബന്ധപ്പെട്ട് 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിൽ അവരെ നശിപ്പിച്ച് കളയും. പിന്നെ ഇവരുടെ പുറകെ ഇങ്ങനെ വാലുമായിട്ട് നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പോഴം പണിയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യരുത്. എല്ലാവരോടുമായിട്ട് പറയുകയാണ് ഞാൻ, ജാതി മതം നോക്കാതെ എല്ലാവരോടും പറയുകയാണ്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ആ ടൈപ്പാണ്. ഏതൊരു റിലേഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പണ്ട് 3 കൊല്ലമൊക്കെ കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും ശാരീരികമായ കാര്യങ്ങളുണ്ടായി. ഇപ്പം അങ്ങനെയല്ല, 3 ആഴ്ചക്കുള്ളിൽ നടക്കും. അതോട് പിന്നെ അവർ രക്ഷപ്പെടത്തില്ല. അപ്പം നിങ്ങൾക്ക് ആദ്യം ഇത് കഴിയുമ്പോൾ, ഇത് കഴിയണ വരെ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ തേനാണ് എന്നൊക്കെ പറഞ്ഞു നടക്കും. പക്ഷെ ഒരു കഥയുമില്ല. മനുഷ്യന്മാരുടെ സൈക്കോളജി അറിയണം. നിങ്ങൾ മാനസികമായിട്ട് ഉപേക്ഷിച്ചാലും നിങ്ങൾ അറിയിക്കാതെ ടാറ്റിസർ കൊണ്ടു നടക്കാൻ അവർക്കറിയാൻ പറ്റും. അത്ര സൂത്രക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇതുപോലെ അകപ്പെടുത്തുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ, വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ. ചിലരോട് എന്നോട് കടവാണെന്നും പറഞ്ഞ് എനിക്ക് ജപ്തിയാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പേപ്പർ ഏൽപ്പിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും, വിൽക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. കൊടുക്കാനോ ആരെങ്കിലും തരാനോ ഒന്നുമില്ല അച്ഛാ, ദൈവം മാത്രമേ ഉള്ളെന്ന് പറയും. അങ്ങനെയുള്ളവരെ സാമ്പത്തികമായ മേഖലകളിൽ ഈ ആഴ്ചയിൽ അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. മക്കളെ, വിവാഹം ഒത്തുവരാത്തവര്, സമയത്ത് വിവാഹം കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ഒരു മാനസിക ആവശ്യം മാത്രമല്ല, ഒരു ജീവിത ആവശ്യവും ദൈവികമായ ഒരു ആവശ്യമാണ്. അത് നടക്കണം. അത് നമുക്ക് ഇത്തിരി ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ളപ്പോൾ അത് നടക്കണം. അത് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കണം. അതിൽ നിന്ന് ആവശ്യത്തിന് കുഞ്ഞുങ്ങൾ ജനിക്കണം. ആ മേഖല തടസ്സമുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അതിലെ കർത്താവ് രോഗസൗഖ്യത്തൊക്കെ പറയണതിൻ്റെ കാര്യം അതാ. അതെന്തുകൊണ്ടാണ്? ആ സമയത്ത് മുൾക്കിരീടത്തിൻ്റെ പകുതി കാണുകയും ഓരോ മുള്ളിൽ നിന്നും നല്ല രത്നക്കല്ല് പോലുള്ള തിളങ്ങണ ചുവന്ന ബിന്ദുക്കൾ താഴേക്ക് ഇറ്റ് വീഴുകയും ചെയ്യണേ. എന്താ അത്? ചങ്ങല പൊട്ടുകയാണ്. എന്താ കാര്യം? പാപം മോചിക്കപ്പെടുന്നു. ഒന്ന്. രണ്ടാമത്തെ, പാപബോധം തരുന്നു. പിന്നെ നമ്മളെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരിച്ചാൽ ദൈവം എന്താ ചെയ്യണത്? ശക്തീകരിച്ചിരിക്കാം. എന്തിനാ ദൈവം വിശുദ്ധീകരിക്കണത്? പാത്രം കഴുകി എന്തിനാണ് വെക്കണത്? ഭക്ഷണം വിളമ്പാനല്ലേ? ഉറപ്പല്ലേ? വിശുദ്ധീകരിക്കണത് എന്തിനാണ്? ദൈവം ശക്തീകരിക്കാൻ. ശക്തീകരിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് മേഖലകളിൽ നമുക്ക് ദൈവത്തെ കിട്ടുന്നത് ശക്തിയുടെ രൂപത്തിലാണ്.
എന്നിട്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമുക്കത് പഠനമായിട്ടും വിജയമായിട്ടും ജോലിയായിട്ടും അങ്ങനെ വീടായിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഓരോരോ മനുഷ്യർക്ക് ഓരോ തരത്തിലുള്ള ബലഹീനമായ സാഹചര്യങ്ങളല്ലേ. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം കേട്ടത് 28 കൊല്ലക്കാർക്ക് പട്ടയമില്ല, പുറമ്പേക്ക് താമസിക്കുന്ന കക്ഷി 28 കൊല്ലമായിട്ട് പട്ടയമില്ല, അവർ പുറമ്പോക്കി താമസിക്കുകയാണ്. ഈ ഉടമ്പടി ഇപ്പോൾ വന്നപ്പോൾ എന്നാ പറ്റുമെന്നറിയാമോ? എല്ലാവർക്കും ഒരു പുതിയ പ്രത്യാശ കൊടുക്കാൻ തുടങ്ങി. അവർ തോന്നി ഉടമ്പടി എടുത്ത അമ്മമാതാവ് പട്ടയം തരും എന്ന് വിചാരിച്ചു. കാര്യം സാക്ഷ്യങ്ങളാണല്ലോ ഏറ്റവും വലുത്. ഇപ്പം സാക്ഷ്യങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ പ്രത്യാശ വരും. ദൈവം നമ്മുടെ കൂടെ വിരിക്കുന്നു എന്നല്ലേ. നമ്മുടെ സക്രിയാൻ്റെ വിശുദ്ധ നമ്മുടെ യോഹന്നാമാന്താൻ്റെ അപ്പം സക്രിയ പുരോഹിതൻ, അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയണ ഒരു കാര്യമുണ്ട്. എന്താ? വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:68 ഏറ്റു പറഞ്ഞ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ സന്ദർശനം എന്ന് പറഞ്ഞ് വെറുതെ വന്ന് പോകുകയല്ല. എന്താ ചെയ്യണത്? രക്ഷിക്കാനാണ് സന്ദർശനം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സന്ദർശനം ഉണ്ടെന്ന്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളൊന്ന്. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ സഞ്ചാരി മാതാവിൻ്റെ സത്യാനുഭവം ഉണ്ടാകാൻ കാരണങ്ങളിലൊന്ന് ഈ വാഗ്ദാന പ്രകാരമാണ്. പണ്ട് മാലാഖമാരെ ദൈവം വിട്ടതിന് പകരം ഇന്നും അമ്മയല്ലേ വരണത് ലോകം മുഴുവനും, അല്ലേ? ഇപ്പം മാലാഖമാർ വരുന്നില്ലല്ലോ. അതിന് ലൂർദിലും ഫാത്തിമയിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കൃപാസനത്തിൽ ഉൾപ്പെടെ ആരാണ് ബൈപ്പേഴ്സം വരണത്? ആരാണ്? അമ്മയാണ്. അമ്മ വരാൻ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ പ്രതിപുരുഷയായിട്ട് അവർ വരികയാണ്. സന്ദർശനമാണത്. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇന്നും തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷകനായ എൻ്റെ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അമ്മയുടെ ഇടപെടലുകളും ലൂക്കാസ് സുവിശേഷം 1:68 പ്രകാരം ഞങ്ങളുടെ പിതാക്കന്മാരോട് അങ്ങ് വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ സന്ദർശനമായി തിരിച്ചറിയാൻ എഫേസ്യ ലേഖനം 1:18 അടിയൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ശക്തമായി ശ്രദ്ധിക്കട്ടെ. ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. തളരല്ലേ നെഞ്ചൊന്നു നീടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാദനും നീവിടേ കൈവീശിക്കൊണ്ട് കരയല്ലേ തളരല്ലേ നെഞ്ചൊന്നു നീടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാദനും നീവിടേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറമ്പോക്കിൽ 28 വർഷമായി താമസിക്കുന്ന ആളാണ്. അപ്പം എന്താ പ്രശ്നം? അവർക്ക് UA നമ്പർ പോലും കിട്ടത്തില്ല.
ചിലപ്പോൾ റേഷൻ കാർഡ് പോലും കിട്ടത്തില്ല. ചില വെലമ്പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ അവരുടെ ഒരു സ്വാധീനവും അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന സംഘടനക്കാരുടെയും പാർട്ടിക്കാരുടെയൊക്കെ സ്വാധീനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചില രേഖകൾ കിട്ടും. പക്ഷേ അപ്പോഴും പട്ടയം കിട്ടത്തില്ല. ഇപ്പോൾ ഈ ലൈഫ് മിഷൻ്റെയൊക്കെ പേടി കൊടുക്കുന്നില്ലേ, അപ്പോൾ അതിന് കിട്ടണമെങ്കിൽ പട്ടയം വേണ്ടേ? അപ്പോൾ എല്ലാവർക്കൊക്കെ കിട്ടാൻ തുടങ്ങി അവിടെ അടുത്തുള്ളവർക്കൊക്കെ കിട്ടി. പക്ഷേ ഇവർക്ക് പട്ടയമില്ലാത്ത കൊണ്ട് അതിന് അപേക്ഷ കൊടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവർക്ക് പിന്നുള്ള ആശ്രയം എന്താണ്? അവരുടനെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. 28 കൊല്ലം ഇങ്ങനെ കണ്ണീരിൽ കിടക്കുന്ന ഒരു ജനം പെട്ടെന്ന് അവരുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണത് എങ്ങനെയാണ്? അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സഞ്ചാരി മാതാവ് ഉടമ്പടി വരുന്നൊരു വിഷയം പ്രസൻസാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മൾ നടക്കേണ്ട വഴി നമുക്ക് ഈ 32-ാമത്തെ സങ്കീർത്തനമില്ലേ, 8-ാമത്തെ തിരുവചനം എന്താ പറയണത്? നീ നടക്കേണ്ട വഴി പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. എൻ്റെ ദൈവത്തിലെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ്, ഇന്ന് ഒത്തിരിയേറെ ആൾക്കാർ രക്ഷപ്പെടുന്നൊരു വചനമാണിത്. എന്താണ് ഈ 32:8 സങ്കീർത്തനം? എന്താണ്? നീ നടക്കേണ്ട വഴി പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. അപ്പോൾ ദൈവം എവിടെയായിരിക്കും നിൽക്കണത്? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുമ്പോൾ ദൈവം എവിടെയായിരിക്കും നിൽക്കണത്? നിന്റെ മുമ്പിലല്ലേ? നിന്നോട് മുഖാമുഖം കർത്താവ് നിന്നോട് മുഖാമുഖം അടുത്ത് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ഒരു എഗ്രിമെൻ്റ് ചെയ്യല്ലേ? നീ ഒരു വ്യക്തി, ദൈവം ഒരു വ്യക്തി. ഉടമ്പടി മനുഷ്യനിർമ്മിതമല്ലല്ലോ. അതിൻ്റെ സോൾ ആൻഡ് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആരാണ്? ദൈവം മുൻകൈ എടുത്ത് ചെയ്ത കാര്യമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു നൊവേന, അത് ഒരു മനുഷ്യൻ ഹ്യൂമൻ ഇനിഷ്യേറ്റീവാണ്. ആരോ നല്ല ഭക്തന്മാർ കണ്ടുപിടിച്ച ഒരു വഴിയാണ്. പക്ഷെ ഉടമ്പടി ദൈവം തൻ്റെ ജനത്തെ സഹായിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ദൈവിക പദ്ധതിയാണ്. അതാണ് വിഷയം വരുന്നത്. ഈ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതൊരു ഡിവൈൻ ഇനിഷ്യേറ്റീവിൽ വന്നിട്ടുള്ളതാണ്. ആദ്യത്തെ ഉടമ്പടി തന്നെ ആദവുമായിട്ട് ചെയ്യണതാണ്. ഉടമ്പടിക്ക് എപ്പോഴും 2 ഭാഗങ്ങളുണ്ടാവും. എന്താണ്? നിബന്ധന ഉണ്ടാവും, ദൈവത്തിൻ്റെ നിബന്ധന ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? അതിൻ്റെ വാഗ്ദാനവും ഉണ്ടാകും. നിങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞ് നിബന്ധന ഉണ്ടെന്ന് പറയും. എന്താണ്? തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ഫലം പറിക്കരുത്. പറിക്കാത്തതല്ല പ്രശ്നം, ദൈവത്തിൻ്റെ വാക്കാണ് പ്രശ്നം അവിടെ. അതായത് നിങ്ങൾക്കെന്ത് സംഭവിക്കുമെന്നുള്ളതല്ല പ്രശ്നം, അതോടുകൂടി ദൈവത്തിനെന്ത് സംഭവിക്കുമെന്നുള്ളതാണ് വിഷയം. എല്ലാവരും പാപം ചെയ്യുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മളെ കേന്ദ്രീകരിച്ചാണ് പറയണത്. അല്ല, ഒരു പാപത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിനെന്ത് സംഭവിക്കും? എന്താണ്? ദൈവം നിന്നിൽ നിന്ന് അകന്നു പോകുന്നു. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതിനെ പുത്രൻ തമ്പുരാൻ്റെ കാലത്ത് മാറ്റമില്ലല്ലോ. പിതാവായ ദൈവം എന്ത് പറഞ്ഞു അത് തന്നെയാണ് പുത്രൻ തമ്പുരാൻ പറഞ്ഞത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുന്നു. അപ്പം കൽപ്പനയല്ല പ്രശ്നം. കർത്താവിൻ്റെ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ശാഖ മുന്തിരിച്ചെടി നിലനിൽക്കാത്ത ശാഖ കരിഞ്ഞു പോണതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളും കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആണ് ദൈവം ഈ കൽപ്പനകൾ നൽകുന്നത്. അപ്പോഴും ഓർക്കണം. എന്തിനാണ്? നിത്യമായിട്ട് തയത്തിട് ചേർന്ന് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടി എടുക്കുന്നതോടുകൂടി അങ്ങയുടെ വചനത്തോട്
അത് പാലിച്ചുകൊണ്ട് ഐക്യപ്പെട്ടു നിൽക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. വചനം സാക്ഷീകരിക്കാനുള്ള പ്രത്യേക ഉൾക്കാഴ്ചകൾ നൽകണമേ. എൻ്റെ പേര് ലിദീന ബിജു എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിലെ കാണക്കാരിൽ നിന്നാണ് വരുന്നത്. എനിക്കിവിടെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. 2005 എൻ്റെ വിവാഹം കഴിഞ്ഞത്. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ 2008 വരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞ് മൂത്ത മോളെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി കഴിഞ്ഞപ്പം വീട്ടിലേക്ക് ചെന്നു. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം മോളുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയനും കൂടിയാണ് ഞങ്ങൾ കല്യാണം കഴിച്ച വീട് മേടിച്ചത്. അപ്പോൾ അനിയൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം അവന് അത് വിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വീട് വിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എങ്ങും പോകാനായിട്ട് ഇടയില്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2015 ആയപ്പം എൻ്റെ ബ്രദറിൻ്റെ കല്യാണമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ വാടകയ്ക്ക് പോയി. 8 വർഷത്തോളം ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചു. ഞങ്ങൾക്ക് ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു, സ്ഥലം മേടിക്കാനായിട്ടൊന്നും ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോളെ ഞാനിങ്ങനെ കൃപാസനത്തിലെ സാക്ഷിയൊക്കെ കേൾക്കുന്നുണ്ട്, എൻ്റെ പാന ഒരു ദിവസം സമയം കിട്ടുമ്പം അമ്മയുടെ അടുത്തൊന്ന് ചെല്ല്, അമ്മ നിനക്ക് തരൂടി എന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് ആദ്യം പറഞ്ഞ്, ഇല്ല അമ്മ, ഇത്രയും ഇതൊക്കെ തന്നിട്ട് നമുക്ക് തരുമോ, നീ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അമ്മ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ അമ്മയുടെ സന്നിധിയിലേക്ക് വന്ന് 2020 ഫെബ്രുവരി 9 ഞാനിവിടെ ആദ്യമായിട്ട് അമ്മയുടെ സന്നിധിയിലേക്ക് വരുന്നത്. ഞാൻ അന്ന് ഇവിടെ വന്ന് വെളുപ്പിന് 5 മണിയായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വെച്ചിരുന്ന നിയോഗം 6 നിയോഗങ്ങളുണ്ടായിരുന്നു. അതിൽ എന്നോട് ഇവിടെ ബ്രദർ പറഞ്ഞു, ഒരു നിയോഗം മാതാവിന് വിട്ടു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ മാതാവിന് വിട്ടു. ബാക്കി നിയോഗങ്ങളിൽ ആദ്യത്തെ നിയോഗം, എനിക്കൊരു 3 സെൻറ്റ് സ്ഥലം മതി അമ്മേ. എല്ലാവരുടെയും മുന്നിൽ നമ്മൾ വാടകയ്ക്ക് കിടക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് 3 സെൻറ്റ് സ്ഥലം മാത്രം മതി. ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എവിടെ പോകാനാന്ന് ഞാൻ സങ്കടപ്പെട്ട് ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി തൈലവും കാശുരൂപവും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന്, വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് തരും, അമ്മ തരും, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അമ്മ തരാതിരിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ അന്ന് വൈകിട്ട് ഞങ്ങളെല്ലാവരോടും ഇരുന്ന് തൈലം നെറ്റിയെ കുരിശ് വരച്ച് ഞാനും എൻ്റെ മക്കളും എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. വെളുപ്പിന് 5:30 ആയപ്പോഴും എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞില്ല, ഒരാഴ്ച ആയില്ല. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച ആകുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞേടി, അവിടെ അടുത്തൊരു കുറച്ച് സ്ഥലം കിടപ്പുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു മാർഗവും ഇല്ലാതെ നമ്മളെങ്ങനെ പോയി നോക്കും, നമ്മളെങ്ങനെ മേടിക്കും എന്ന് പറഞ്ഞു. നമുക്കൊന്ന് പോയി നോക്കാം, എന്തായാലും കുറച്ച് കിട്ടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനും ഹസ്ബൻഡും പോയി. അവിടെ ചെന്ന് സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ആകെ കുറച്ച് സ്വർണ്ണം അല്ലാതെ വേറെ ഒന്നും കയ്യിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയാ മാർഗം, ആര് തരും എന്ന്. അതൊക്കെ തരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും മാതാവിൻ്റെ, ഞാൻ എപ്പോഴും കാശുരൂപം ഇപ്പം ഞാൻ എൻ്റെ കഴുത്തേലായിട്ടിരിക്കുന്ന അമ്മയുടെ കാശുരൂപം ഞാനിങ്ങനെ കൈ പിടിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, അമ്മ എനിക്കൊരു മാർഗം തരണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എനിക്ക് എവിടെ നിന്ന് എനിക്കറിയത്തില്ല, ആദ്യം എനിക്ക് 5 ലക്ഷം രൂപ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വിളിച്ച് അവർ തന്നു 5 ലക്ഷം രൂപ. ആ 5 ലക്ഷം രൂപയും എൻ്റെ സ്വർണ്ണം എല്ലാം കൂടെ കൊടുത്ത് ഞാൻ എന്നിട്ടും തികയാനുണ്ട്, 1 ലക്ഷം രൂപയും കൂടെ തികയാനുണ്ട്. അതിനും ഒത്തിരി പേരോട് ചോദിച്ചു, പക്ഷെ അവരാരും തന്നില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സാറ്, ഞാൻ ചെന്നിട്ട് അവിടെ 2 വർഷം ആയതേ ഉള്ളൂ. ആ സാറ് എന്നോട് പറഞ്ഞു, ഇത വിഷമിക്കണ്ട, ഇതൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് 1 ലക്ഷം രൂപ തന്നു. അങ്ങനെ ഞാൻ 3 സെൻറ്റ് സ്ഥലം ഞാൻ ആഗ്രഹിച്ചോളൂ മാതാവിനോട്. എനിക്ക് 14 സെൻറ്റ് സ്ഥലം അമ്മ തന്ന്. ആ സ്ഥലം മേടിച്ച് ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇവിടെ വന്ന് അമ്മയോട് അടുത്ത ഉടമ്പടി എടുക്കുന്ന സമയമായപ്പം ഞാൻ 2021 രണ്ടാമത്തെ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നിയോഗം വെച്ച്, അമ്മേ എനിക്കൊരു കുഞ്ഞു വീട് മതി,
ഞങ്ങൾക്ക് കിടക്കാനായിട്ട് ഒരു വീട് മാത്രം മതി, ഞാൻ ആ വീട് വെച്ച് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞു. 2022 ഏപ്രിൽ 23 ഞാനൊരു ഭവനം വെച്ചു. കയറി താമസവും കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. അതുപോലെ വീട് പണിയുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി, ഒത്തിരി പൈസയ്ക്ക് ബുദ്ധിമുട്ടുകൾ വന്നു. ഞാൻ അന്നേരം ഹസ്ബൻഡ് വിളിച്ചിട്ട് എന്നോട് പറയടി, പൈസ ഇല്ലല്ലോ, തീർന്നല്ലോ, പെരപണി നിർത്തേണ്ട വരൂലോടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, അമ്മ തരും, അത് വൈകുന്നേരം ആകുമ്പോൾ അമ്മ തന്നിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ അമ്മയുടെ കാശ് രൂപ കൈ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറയാം, അമ്മേ എനിക്കൊരു മാർഗം തന്നേക്കണേ, എൻ്റെ ഈ പൈസ ഇല്ല, എൻ്റെ വീട് പണി തീർക്കാനായിട്ട് എനിക്കൊരു വഴി തുറന്നു തരണേ പറഞ്ഞു. എന്തായാലും എൻ്റെ അമ്മയും പ്രാർത്ഥന കേട്ട് അമ്മ കൈവിടത്തില്ല, ആരെയും കൈവിടത്തില്ല. നല്ല മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ തരും, നമുക്ക് എല്ലാവർക്കും തരും. അതുകൊണ്ട് കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു അമ്മയോട്. അതുപോലെ തന്നെ 2008 എൻ്റെ മോള് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തലവേദന, മൈഗ്രെയിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ 3-4 ദിവസത്തേക്ക് ഞാൻ എഴുന്നേക്കത്തില്ല, തലവേദനയും ഛർദിയൊക്കെ ആയിട്ട് അവശയായിട്ട് കിടക്കും. അപ്പം എൻ്റെ കൂട്ടുകാരി വരും, അവൾ വന്ന് എൻ്റെ ഈ കിടക്കുമ്പോൾ ചെയ്യാനായിട്ട് അവൾ ഓടി വന്നിട്ട് അവൾ എൻ്റെ നെറ്റിയിൽ ഈ തൈലം വന്ന് പുരട്ടി, അമ്മ മാറ്റൂടി എന്ന് പറഞ്ഞ് എനിക്ക് നെറ്റിയെ കുരിശ് വരച്ച് തരും. അങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ കാർത്താസിൽ പോയാൽ 2 ഇഞ്ചക്ഷനൊന്നും എടുത്തേ, വേദനയുടെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് എടുത്തു കഴിയുമ്പോൾ പിന്നെയും ചോദിക്കും 1 ഇഞ്ചക്ഷനും കൂടെ തരാവോ. അതുപോലെ വേദനയാണ്, വെട്ടം കാണാൻ മേല, ശബ്ദം കേൾക്കാൻ മേല, എന്താ അവസ്ഥയെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. നമ്മളിപ്പോൾ ചത്തുപോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുക. എന്തായാലും അമ്മയുടെ കാശുരൂപവും തൈലവും ഞാൻ നെറ്റിയെ തൂത്ത് എൻ്റെ തലവേദന എനിക്ക് ഇന്ന് വരുന്നില്ല. ഞാൻ അതിനും നന്ദി പറയുന്നു, അമ്മയോട് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ദാസൻ, ഇത് എൻ്റെ ഭാര്യ ഗീത. ഞാൻ അങ്കമാലി താബോർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2022 നവംബർ 19 എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഇപ്പോൾ 3ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞു. ആ ചേച്ചി എന്നെ നിർബന്ധിച്ചാണ് ഇവിടെ കൊണ്ടുവരാൻ കാരണം. എന്നോട് പല പ്രാവശ്യമായി ചേച്ചി പറഞ്ഞു, ദാസ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി വെക്കുക, നിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം തീരും, അതിന് പ്രശ്നത്തിനൊരു പരിഹാരം കാണും. അങ്ങനെയാണ് ഞാൻ ആ ചേച്ചിയുടെ നിർബന്ധ പ്രകാരം, ആ ചേച്ചി ഇവിടെയല്ല ജോലി ചെയ്യുന്നത്, അത് ബാംഗ്ലൂരാണ്. എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ആ 1 ദിവസം 2 ദിവസം ലീവ് എടുത്ത് ആ ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്താണ് ആ ചേച്ചി ജോലിക്ക് പോയത്. അപ്പോൾ നിർബന്ധിച്ച് തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ പോലും എനിക്കിവിടെ വന്ന് ഞാൻ ഉടമ്പടി മുകളിൽ നിന്ന് എഴുതി ക്ലാസ് കേട്ട് താഴെ വന്നു. എനിക്ക് ആദ്യമായി കിട്ടിയത് മാതാവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ, മാതാവിനെ കൊട ചോദിച്ച് എനിക്ക് വരാൻ സാധിച്ചു. അതുപോലെ തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുവന്ന ചേച്ചി എന്നെ പറഞ്ഞു, അതിശയമാണ് ദാസ, ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കത് സാധിച്ചിട്ടില്ല. കാര്യം ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും എനിക്കത് കഴിഞ്ഞില്ല, ദാസന് അത് സാധിച്ചു, മാതാവ് കൂടെയുണ്ട്. ഞാൻ 35 വർഷമായിട്ട്, 35 അല്ല 37 വർഷം മുമ്പ് തുടങ്ങി മദ്യപിക്കുന്ന ആളാണ്. കാരണം എനിക്കൊരു 16-17 വയസ്സുള്ളപ്പോൾ എനിക്ക് പാറപ്പണിയായിരുന്നു, അങ്ങനെ മദ്യം കഴിക്കുമായിരുന്നു. അത് ഇടയ്ക്ക് നിർത്തും, ഒരു ആകെ കൂടുതൽ നിർത്തിയാണത് ഒരു 2 വർഷമാണ്. അതിനുശേഷം ഒരു 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 2 മാസം ഇങ്ങനെയൊക്കെയാണ് മദ്യപാനം നിർത്തിയാൽ. ഞാനിവിടെ വന്ന് 19 ഉടമ്പടി വെച്ചു. ഞാൻ ഇവിടുന്ന് പോയിപ്പോൾ അങ്കമാലിയിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ ഒരു 8 മണി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായത് ആ ചേച്ചിയുടെ മകനാണ്. ഞങ്ങൾ രണ്ടാളും കയറി ഒരു ചെറുത് കഴിച്ചുകൊണ്ട് വീട്ടിൽ പോയത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കണം എന്ന് തോന്നി, ഞാൻ വീണ്ടും പോയി. വൈകുന്നേരം ഞാൻ ഒരു ദിവസം 2 നേരം കഴിക്കും, കാലത്തും കഴിക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ടും കഴിക്കും. അന്ന് ഞാൻ വൈകിട്ട് കഴിക്കാൻ നേരത്തെ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ട് പോകുന്നതാണ്. പിന്നെ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ കഴിക്കാൻ തോന്നിയില്ല, പോകാൻ തോന്നിയില്ല. അന്ന് അങ്ങനെ 2022 നവംബർ 20 എൻ്റെ മദ്യപാനം നിർത്തിയതാണ്.
ഇന്ന് വരെ എനിക്ക് അതിനോടൊരു ചിന്തയുണ്ടായില്ല. കാര്യം ഇത് പല ആളുകളും ഇവിടെ സാക്ഷ്യപ്പെടുത്തി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ഇന്ന് വളരെ സന്തോഷം. എൻ്റെ മാതാവ് എനിക്ക് ആ ചിന്ത പിന്നീട് ഉണ്ടായിട്ടില്ല. അതിലും വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ ഹാൻസ് ഉപയോഗിക്കും. എനിക്ക് പാറമണിയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ ഹാൻസ് ഉപയോഗിക്കുന്നത് ഒരു 10-15 വർഷമായിട്ടുള്ളൂ. പക്ഷെ അത് എന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായി എൻ്റെ പിന്നാലെ തന്നെ കൂടി. പല മേഖലകളിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഇത് ഒഴിവാക്കി ആ യോഗത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പങ്കെടുക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് പരമാവധി ആ പരിപാടി ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഈ ഹാൻസിനെ കൂട്ടുപിടിച്ചാൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഈ ഇവിടെ വന്ന് ഞാനൊരു 23-ാം തീയതി ആ സാധനം ഞാൻ ഒഴിവാക്കിയതാണ്. ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ ഞാനിത് എപ്പോഴെങ്കിലും ആവശ്യം വരും എന്ന് വിചാരിച്ച് ഞാൻ വീടിൻ്റെ ചാനലിലേക്ക് തന്നെ ഒരു പേപ്പർ വെച്ച് മൂടി അവിടെ വെച്ചായിരുന്നു. ഇനി എടുക്കോ എടുക്കില്ല എന്ന് അറിയാൻ വേണ്ടി ആവശ്യം വന്ന. കാരണം എനിക്ക് അതിനു മുമ്പ് എൻ്റെ കാലിനൊരു ആക്സിഡൻറ്റ് പറ്റി കിടന്നപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടാതെ വന്നു എന്ന് പറഞ്ഞാൽ ആരും എനിക്ക് മേടിച്ചു കൊണ്ടുവരില്ലല്ലോ. ഓപ്പറേഷൻ ചെയ്ത് കിടക്കാണ്.